ഉദ്ഘാടനം ചെയ്ത് 8 മണിക്ക് 11 മണിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു. അങ്ങനെ പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം CP ഷാജിയാണ്. മൊഹമ്മയുടെ സാമൂഹ്യ ചരിത്രത്തിൽ ഒരു പുതിയ ചരിത്രം എഴുതിയ ഞങ്ങളുടെ അരങ്ങ് സോഷ്യൽ സർവീസ് ഫോറത്തിൻ്റെ 21ാമത് കൂട്ടായ്മ ആഗസ്റ്റ് 10-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് പ്രകൃതി കൊണ്ട് അനുഗ്രഹീതമായ മൊഹമ്മ ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് എന്ന ഗ്രാമ സൗന്ദര്യത്തിൻ്റെ ഹൃദയത്താളങ്ങളിലേക്ക് പച്ചപ്പുകളങ്ങനെ ഒരു പ്രത്യേക സൗന്ദര്യത്തിൽ നിൽക്കുന്ന ഇല്ലിക്കൽ ഹൗസിൽ വെച്ച് കൂടുകയുണ്ടായി. അരങ്ങിൻ്റെ 21ാമത് കൂട്ടായ്മയുടെ സ്മരണീയമായ കുറേ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഈ സമയം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നത്. കാണുക. എന്നും സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഒരു പുതിയ ചലനത്തിൻ്റെ സ്പന്ദനങ്ങൾ ഉണർത്തിയെടുക്കുന്ന അരങ്ങിൻ്റെ ആഘോഷ പരിപാടികളുടെ ആ ദൃശ്യങ്ങൾ കാണുക, അനുഗ്രഹിക്കുക.
ഈണമിണക്കി പാടിയ നമ്മളുടെ സ്വന്തം അനന്യ. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിലിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ. ഭൂമി അമ്മ എന്നറിയുവാനുള്ള ബോധമുണ്ടാക്കണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ, ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ, ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ. അരങ്ങിന്റെ 21 വർഷം അരങ്ങിനെ നെഞ്ചോട് ചേർത്ത് മൊഹമയിലെ ആൾക്കാർക്ക് പ്രചോദനം നൽകിയ ഷാജി, സന്തോഷ് സാറ്, സാം ജിയാച്ചൻ, ഏറെ പ്രിയമുള്ള ജയന്തി മാഡം, ജോളി മെമ്പർ, ബേബി സാറ്, ശ്രീപ്രകാശൻ, സവിനയൻ, കുഞ്ഞുമോൻ, ബേബി സിസ്റ്റർ, പിന്നെ ഈ ഒരു നല്ല എത്ര നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം, മനസ്സിനെയും ഹൃദയത്തെയും എല്ലാം ശരീരത്തിനൊക്കെ നല്ല ആരോഗ്യം തരുന്ന ഈ ഒരു വീടും പരിസരവും തന്ന രഞ്ജിത്തും സൗമ്യയും അമ്മയും, എനിക്ക് അറിയാത്തോണ്ട് മാത്രം പേര് പറയാത്ത ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രതിഭാധനരും. എൻ്റെ വീട് തിരുവല്ലയിലാണ്. പക്ഷേ ഒരുപക്ഷെ തിരുവല്ലയിനേക്കാളും ഏറ്റവും അധികം ഞാൻ നെഞ്ചോട് ചേർന്ന് ഏതാണ്ട് ഇതേപോലെ 10-25 കൊല്ലം എൻ്റേത് പോലുള്ളൊരു പഞ്ചായത്ത് അല്ലെ പ്രദേശമാണ് മുഹമ്മ ഗ്രാമപഞ്ചായത്ത്. സാറിന്റെ ഒരു എന്താ പറയണ്ടേ, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ ഭാഗമായിട്ട് ഞാനും എൻ്റെ ടീമും തുടർന്ന് കുറേ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായി എന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനെ എപ്പോഴും ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഓർത്തു, മുഹമ്മയിലോട്ട് വരുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുക. അപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നു കുറേ പ്രാവശ്യം ഈ വീടിന്റെ മുമ്പിലൂടെയൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ വീട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, മനസ്സിന് കുളിർമയും ഏത് ഭാഗത്ത് നോക്കിയാലും പ്രകൃതിയോട് ഒത്തുചേർന്ന് നമുക്ക് ആരോഗ്യം തരുന്ന ഒരു അന്തരീക്ഷം. അപ്പൊ അത് ഞങ്ങൾക്ക് ഈ വിട്ടു തന്നതിനായിട്ട്, ഒന്ന് മനസ്സിലാക്കാനായിട്ട് തന്നതിനായിട്ട് വളരെയധികം നന്ദി പറയുന്നു. ഇനി അരങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അരങ്ങുമായിട്ട് അടുത്ത് എനിക്കൊന്ന് CK ഭാസ്കരൻ സാറിന്റെ ആ ഒരു ചടങ്ങിനോടനുബന്ധിച്ചാണ് അല്ലേ. അതിനുശേഷം വേറിട്ട പ്രവർത്തനങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. ഓറഞ്ച് കടക്കാരനെ ആദരിച്ചത് അല്ലേ, ഓറഞ്ച് വിറ്റ് നടന്ന ആളെ ആദരിച്ചത്, അതുപോലെ ആരും കാണാതെ അവരവരുടെ മേഖലയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നവര്. അപ്പൊ നമ്മുടെ ഏത് തൊഴിലാണേലും അതിന് അന്തസ്സുണ്ട്. ഏത് തൊഴിലും നമ്മളുടെ ഉള്ളുകൊണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് വേലയാകുന്നില്ല, ഒരു ജോലിയാകുന്നില്ല, ഭാരമാകുന്നില്ല, നമ്മുടെ പ്രാണനാകുകയാണ്. അപ്പൊ അങ്ങനെ ജോലിക്ക് സമർപ്പിക്കപ്പെട്ടവരെ എല്ലാവരും അറിയണമെന്നില്ല. നമ്മൾ അറിയാത്ത ഒത്തിരി പേര് അവരവരുടെ ജോലിയിൽ ഇതേപോലെ പ്രവർത്തിക്കുന്നുണ്ട്, മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പം ഈ പുതിയ കാലയളവ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പലപ്പോഴും വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ പോലും ഒരു തലമുറയിൽ എനിക്കൊന്ന് ഞങ്ങളുടെ അതിന് മുമ്പുള്ള തലമുറയിൽപ്പെട്ട ഒത്തിരി പേർക്ക് അവരുടെ തൊഴിൽ അവരുടെ പ്രാണനാണ്. അപ്പൊ അങ്ങനെ സ്വന്തം ജോലിയെ, അതൊരു പക്ഷെ പണം ലഭിക്കുന്നതിലുപരി
ഇഷ്ടപ്പെട്ട് അത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന, മറ്റുള്ളവർക്ക് മാറ്റം വരുത്തുന്ന, സമൂഹത്തിന് മാറ്റം വരുത്തുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് അരങ്ങ് പലപ്പോഴും തേടിയെത്തുന്നത്. ഒരുപക്ഷെ എത്രയോ പേർക്ക് അരങ്ങ് പ്രചോദനം നൽകിയിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ചെയ്യാൻ പറ്റുന്നത് വേറൊരാൾക്ക് പ്രചോദനം നൽകുക. നമ്മുടെ വാക്കിലൂടെ ആയിരിക്കാം, പ്രവൃത്തിയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിലൂടെ ആയിരിക്കാം. അങ്ങനെ അത്രയധികം ആൾക്കാർക്ക് പ്രചോദനം നൽകിയ അരങ്ങിന് എല്ലാവിധ ആശംസകളും. ഈ മുഹമ്മ ഗ്രാമപ്രദേശത്ത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കഥകളൊക്കെ രേഖപ്പെടുത്തണം. കാരണം ഒരുപക്ഷെ അടുത്ത തലമുറ ഇവിടെ നടന്ന കഥകളല്ല, ശരിക്കും ചരിത്രം. ഇപ്പൊ സാർ അന്തർവാഹിനി കപ്പലിൽ പോയ 5 പേരിൽ ഒരാളാണ്. അതേപോലെ ആ ചിറ കുത്തിയെടുത്ത അങ്ങനത്തെ എല്ലാ കഥകളും എനിക്ക് തോന്നുന്നു നമ്മളത് രേഖപ്പെടുത്തണം. ഒരുപക്ഷെ എന്റെ തലമുറയ്ക്ക് കുറച്ചൊക്കെ പരിചിതമായിരിക്കാം അത് കേൾക്കുമ്പോൾ. ഇനി അടുത്ത തലമുറ ഓർക്കും അങ്ങനെയൊക്കെ നടക്കുമോ എന്ന് ചോദിക്കുന്ന അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഇത്തരം കഥകൾ, ഇത്തരം നമ്മുടെ ചരിത്രം, നമ്മുടെ അനുഭവം രേഖപ്പെടുത്തണം എന്ന് ഞാൻ പറയുന്നു. അപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഞാൻ മനസ്സുകൊണ്ട് എൻ്റെ ആശംസകൾ. നമ്മളെല്ലാവരും സന്തോഷമായിരിക്കട്ടെ. കാരണം ലോകാരോഗ്യ സംഘടന ഇപ്പൊ പറയുന്നത് നമ്മൾ ആരോഗ്യമുള്ളവരായിരുന്നാൽ മാത്രം പോരാ, നമുക്ക് സന്തോഷമുള്ളവരായിരിക്കണം. ആ സന്തോഷമാണ് നമ്മൾക്ക് ജീവിതത്തില് ലക്ഷ്യം തരുന്നത്. ആ സന്തോഷം വരുന്നത് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്നുള്ളൊരു ലക്ഷ്യം വരുമ്പോഴാണ്. അത് ഏത് പ്രായത്തിലും അതാകാം. അപ്പോ അങ്ങനെ എല്ലാ പേരിലും സന്തോഷം നിറയട്ടെ. ഒരുപക്ഷെ പണത്തിലുപരി മറ്റ് ലൗകികമായ കാര്യത്തിലുപരി നമുക്ക് എപ്പോഴും സന്തോഷം തരുന്നത് നമ്മൾ വേറൊരാളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുമ്പോഴാണ്. അങ്ങനെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ പ്രശംസകളും അഭിനന്ദനങ്ങളും. അതോടൊപ്പം അരങ്ങിന്റെ ഈ മഹനീയമായ 21ാം വർഷം ഇത് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് എന്നെ വിളിച്ചതിൽ പ്രത്യേകം നന്ദി പറയുന്നു. ഈ ഒരു ഇന്നത്തെ നമ്മുടെ ഒരു കൂടിവരവ് ഉദ്ഘാടനം ചെയ്തതായി, നിങ്ങളുടെ അനുവാദത്തോടുകൂടെ ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊള്ളുന്നു. താമസിക്കുന്നത് കോമളപുരത്താണ്. എൻ്റെ ഈ കലാപരമായിട്ടുള്ള ആ ഗ്രാമത്തിൽ നിന്നും എന്നെ കൈപിടിച്ചു ഉയർത്താനായിട്ട് ഷാജി ചേട്ടൻ ശരിക്കും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ദൈവസഹായത്തിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹത്താൽ ഇപ്പം ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിക്ക് എനിക്ക് പ്രോഗ്രാം പോകുന്നു. അപ്പൊ കൂടുതലായിട്ട് ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആര്യക്കര ദേവീക്ഷേത്രത്തിൽ, അതുപോലെ കാവുങ്ക ക്ഷേത്രത്തിൽ പ്രോഗ്രാം, കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രാം എൻ്റെ ആയിരുന്നു. അമ്മക്ക് വേണ്ടിയാണ്.